അതെ ഗൈസ്, അങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടി തുടങ്ങി എന്നൊക്കെ പറയണം എന്നുണ്ട്, പക്ഷെ കിട്ടി തുടങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വ്ളോഗാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാളുകളായാലും വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ ഇടാന്ന് വിചാരിച്ചു. കാരണം ഇന്ന് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം കഴിയുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും നമ്മുടെ കെമിസ്ട്രീന്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞു. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ രാവിലെ തന്നെ വ്ളോഗ് എടുത്ത് തുടങ്ങിയത്. സാധാരണ കോളേജ് 9:30-ക്കാണ് തുടങ്ങണത്, പക്ഷെ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ 9 മണിക്ക് ആയതുകൊണ്ട് 8:45 എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോളേജിലേക്ക് പോണതിന് മുമ്പ് പപ്പയ്ക്ക് ATM പൈസ എടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു. ആ സംഗതിയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. കിട്ടിയാൽ നിങ്ങളെയാണ് ആദ്യം അറിയിക്കുക, അത് വേറെ കാര്യം. അങ്ങനെ അവിടുന്ന് പൈസ ഒക്കെ എടുത്തിട്ട് നേരെ കോളേജിലേക്ക് പോയി. ഞാൻ എത്തിയ സമയത്താണെങ്കിൽ അവിടെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. 1 2 3 4 5 6 പേരുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും നേരത്തെ എത്തുന്നത്. അധികം വൈകാതെ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്ന വേറൊന്നും കൊണ്ടല്ല, ഈശോ അനുഗ്രഹിച്ചതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞു. എന്ന് വെച്ചാൽ കെമിസ്ട്രി പ്രാക്ടിക്കൽ ചെയ്യണവർക്ക് അറിയുന്നുണ്ടാവും, നമുക്ക് ഇതിൽ മിക്സ്ചർ അനാലിസിസ് ചെയ്യാനുണ്ടാവും. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയത് സിങ്കും അമോണിയാണ്. അതായതുകൊണ്ട് പ്രിലിമിനറി ടെസ്റ്റിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കെമിസ്ട്രി ലാബൊക്കെ കഴിഞ്ഞതോടുകൂടി ഞാൻ ആ വീഡിയോ അല്ലെങ്കിൽ ആ വ്ളോഗ് അവിടെ വെച്ച് അങ്ങോട്ട് നിർത്തി. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ചത്തെ കാര്യങ്ങളാണ്. പതിവ് പോലെ നിൽക്കാറുള്ള സ്ഥലത്ത് തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. കഞ്ഞിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ കഞ്ഞിയും കടലക്കറിയും അച്ചാറും ഒക്കെ കൂട്ടി കഴിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെ സ്കൂളിൽ പെന്നും ബുക്കും കൊണ്ടുപോകണം. ശനിയാഴ്ച ആണെങ്കിൽ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ അപ്പോഴും ആ സാധനം കൊണ്ടുപോകണം. ഞായറാഴ്ച ആണെങ്കിലോ വേദപാഠത്തിന് പോകുമ്പോൾ വീണ്ടും ബുക്കും പേനയും കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി തലയ്ക്ക് എന്തോ വന്ന എൻ്റെ അനിയത്തിയുടെ കലാവിരുതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ വരച്ചതാണ്. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമുള്ളൊക്കെ പാടും. ഞാൻ ലിറിക്സ് തെറ്റിച്ച് പാടിയെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ അവിടെ കിടന്ന് പരിഹസിച്ച്. അതിന്റെ ഫലമായിട്ട് അവളുടെ ചെരുപ്പ് കാണാതെ പോയി. എങ്കിലും അത് കണ്ടു കിട്ടി. എന്നാലും കുറച്ചു നേരത്തേക്ക് എനിക്കൊരു സുഖം.